കണ്ണൂരിന്റെ സമഗ്ര വികസനത്തിന് രൂപരേഖയുമായി LDF. കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമായി പ്രകടന പത്രിക ഇറക്കിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന UDFും നാടിനു വേണ്ടി നിലകൊള്ളുന്ന LDFും തമ്മിലുള്ള മത്സരമാണ് കണ്ണൂരിൽ നടക്കുന്നതെന്ന് പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ കഴിഞ്ഞ മാസം 26-ന് നടന്ന വികസന സെമിനാറിലെ ചർച്ചകളിൽ നിന്നും രൂപം കൊണ്ട നിർദ്ദേശങ്ങളടക്കം ഉൾപ്പെടുത്തിയാണ് LDF പ്രകടന പത്രിക തയ്യാറാക്കിയത്. കഴിഞ്ഞ 5 വർഷം MP-യുടെ ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്ന് വികസന രംഗത്തുണ്ടായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുകയാണ് ഈ പ്രകടന പത്രികയിലൂടെ ലക്ഷ്യമിട്ടതെന്ന് LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ പറഞ്ഞു. ഇത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായും ഇതിൽപ്പെട്ട പല നിർദ്ദേശങ്ങളും കഴിഞ്ഞ 5 വർഷം ഇവിടെ ഉണ്ടായിരുന്ന MP എന്തെങ്കിലും ഒരു ചെറിയ ഇടപെടൽ നടത്തിയാൽ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതും നടപ്പിലാക്കാൻ കഴിയുന്നതുമായിരുന്നു. പക്ഷേ അത്തരമൊരു സക്രിയമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ പൂർണ്ണമായും സമ്മതിക്കുന്ന കാര്യമാണ്. കണ്ണൂരിന്റെ അടിസ്ഥാന മേഖലയെല്ലാം സ്പർശിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. ദേശീയപാത വികസനം അനിവാര്യമെങ്കിലും പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴുമുണ്ട്. ഇവയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുവാനുള്ള ഇടപെടൽ LDF ജയിച്ചാൽ നടത്തുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. സിറ്റിംഗ് MP-യുടെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ ഇല്ലാത്തത് കാരണമാണ് ഇന്ന് പല സ്ഥലത്തും പ്രശ്നങ്ങളിൽ നിലനിൽക്കുന്നത് എന്നും LDF ആരോപിക്കുന്നു. വികസന നയങ്ങളെ പരാജയപ്പെടുത്തുന്ന ശക്തികൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ വികസനം മുരടിക്കുമെന്ന് EP ജയരാജൻ പറഞ്ഞു. കേരള വികസനത്തെ ദുർബലപ്പെടുത്താൻ, കേരള വികസനത്തെ അട്ടിമറിക്കാൻ, വികസന നയങ്ങളെയെല്ലാം പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ അധികാരത്തിലേക്ക് വന്നാൽ കേരളത്തിന്റെ വികസനം മുരടിക്കും. കേരളം ഒരുപാട് വളർന്ന് വികസിച്ചു വന്നിട്ടുണ്ട്. കണ്ണൂരും കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഈ വികസനത്തിന്റെയൊക്കെ അടിസ്ഥാനം ഇടതുപക്ഷമാണ്. കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ, ടൂറിസം സംരംഭകർ, കാർഷിക മേഖലയിൽ നിന്നുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ നിർദ്ദേശങ്ങളും കോർത്തിണക്കിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. പ്രകടന പത്രികയുടെ പ്രകാശന ചടങ്ങിൽ മുൻ MP PK ശ്രീമതി, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, CPIM ജില്ലാ സെക്രട്ടറി TV രാജേഷ്, LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ, ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.